മാളവിക ജി നായരുടെയും ഭർത്താവ് എം നന്ദഗോപന്റെയും ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു ചിരി കടന്നു വന്നത് കഴിഞ്ഞ സെപ്റ്റംബർ 3-നാണ്. മകൻ ആദിശേഷ്. ദിവസങ്ങൾക്കകം 20-നായിരുന്നു മാളവികയുടെ മറ്റൊരു സ്വപ്നമായ സിവിൽ സർവീസിന്റെ പ്രധാന എഴുത്തു പരീക്ഷ. ശാരീരിക പ്രയാസങ്ങളെല്ലാം അവഗണിച്ച് കുടുംബത്തിന്റെ പിന്തുണയോടെ മാളവിക തിരുവനന്തപുരത്ത് പോയി പരീക്ഷ എഴുതി. ജനുവരിയിലെ കൊടും തണുപ്പിൽ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഡൽഹിയിൽ സിവിൽ സർവീസ് അഭിമുഖത്തിൽ പങ്കെടുത്തു. മാസങ്ങൾക്കിപ്പുറം ഫലം വന്നപ്പോൾ മലപ്പുറം കാളമ്പാടിയിലെ വാടക വീട്ടിൽ വലിയൊരു ചിരി വിടർന്നു. അതിൽ 3 മുഖങ്ങൾ. എം നന്ദഗോപൻ, ആദിശേഷ്, കൂടെ സിവിൽ സർവീസിൽ 45-ാം റാങ്ക് നേടിയ മാളവിക ജി നായരും. വളരെ സന്തോഷം. വളരെ നീണ്ട ഒരു യാത്രയായിരുന്നു. അതിനൊടുവിൽ അവസാനം IAS കിട്ടുമെന്ന് തോന്നുന്നു ഈ പ്രാവശ്യത്തെ റാങ്കിനനുസരിച്ച്. അതുകൊണ്ട് വളരെ സന്തോഷം, ദൈവാധീനം എന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇന്ത്യൻ റവന്യൂ സർവീസിലാണ്, ഡെപ്യൂട്ടി കമ്മീഷണറാണ്. അപ്പം ആ ഒരു പരിചയം വെച്ചിട്ട് ഈ തവണ ഞാൻ വീട്ടിലിരുന്ന് തന്നെയായിരുന്നു കൂടുതലും പ്രിപ്പറേഷൻ, ഓൺലൈനും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആ സമയത്ത് മെറ്റേണിറ്റി ലീവിലായിരുന്നു. അപ്പം തന്നെയായിരുന്നു ഈ തവണ കൂടുതലും പ്രിപ്പറേഷൻ. കേരളമാണ് ആദ്യം വെച്ചിരിക്കുന്നത് എൻ്റെ ഓപ്ഷനിൽ. 6-ാം ശ്രമത്തിലാണ് 45-ാം റാങ്ക് എന്ന വലിയ നേട്ടം മാളവിക സ്വന്തമാക്കിയത്. തിരുവല്ല മുത്തൂർ സ്വദേശിയായ മാളവികയും ചെങ്ങനല്ലൂർ സ്വദേശിയായ ഭർത്താവ് എം നന്ദഗോപനും നിലവിൽ മലപ്പുറത്താണ് താമസം. നന്ദഗോപൻ IPS ട്രെയിനിങ്ങിന്റെ ഭാഗമായി മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ ചുമതല വഹിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇവർ മലപ്പുറത്തേക്ക് താമസം മാറ്റിയത്. പഠിച്ച വിഷയം നോക്കുമ്പോൾ ഡോക്ടറും എഞ്ചിനീയറുമാണ് നന്ദഗോപനും മാളവികയും. എന്നാൽ ഇനി IPSകാരനും ഭാവി IASകാരിയുമായി ഇവർ മാറും. ബിറ്റ്സ് പിലാനി ഗോവ ക്യാമ്പസിൽ നിന്ന് 2006-ൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ മാളവികയ്ക്ക് ആദ്യ 2 ശ്രമങ്ങളിൽ പ്രിലിംസ് പോലും കടക്കാനായിരുന്നില്ല. എന്നാൽ 2019-ലെ 3-ാം ശ്രമത്തിൽ 118-ാം റാങ്ക് കൂടെ പോന്നു. ഇന്ത്യൻ റവന്യൂ സർവീസിന്റെ ഭാഗമായി കൊച്ചി ആതിഥേയ നികുതി വകുപ്പ് ഓഫീസിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്യുന്ന മാളവിക നിലവിൽ അവധിയിലാണ്. ജോലി ചെയ്യുന്നതിനിടയിലും IAS എന്ന സ്വപ്നവുമായി 2021-ൽ നടത്തിയ 4-ാം ശ്രമവും പരാജയപ്പെട്ടു. 2022-ൽ ഭർത്താവ് നന്ദഗോപനും മാളവികയും ഒരുമിച്ചാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത്. മാളവിക 172-ാം റാങ്ക് നേടിയപ്പോൾ നന്ദഗോപൻ 233-ാം റാങ്ക് സ്വന്തമാക്കി. 2023 IPS ബാച്ചിന്റെ ഭാഗമായി നന്ദഗോപൻ ഇപ്പോൾ പരിശീലനത്തിലാണ്. 172-ാം റാങ്ക് നേടിയെങ്കിലും 2-ാം ഓപ്ഷനായി IPS നൽകാത്തതിനാൽ IRSൽ തുടരുകയായിരുന്നു. തുടർന്നാണ് 6 മാസത്തെയും അവസാനത്തെയുമായ ശ്രമത്തിൽ ഇത്തവണ 45-ാം റാങ്ക് സ്വന്തമാക്കിയത്. മലബാർ ടൈംസ്, മലപ്പുറം.